പ്രൈസ് ദി ലോർഡ്. അപ്പോസ്തലനായ പൗലോസ് തിമോഥെയോസിന് എഴുതിയ 2-ാം ലേഖനം 1-ാം അധ്യായം 12-ാം വാക്യം. ഞാൻ ആരെ വിശ്വസിച്ചിരിക്കുന്നു എന്ന് ഞാൻ അറിയുന്നു, അവൻ എൻ്റെ ഉപനിധി. ആ ദിവസം വരെ കാക്കുവാൻ അവൻ ശക്തനെന്ന് ഞാൻ ഉറച്ചുമിരിക്കുന്നു. അനവധി പ്രതികൂലങ്ങളിൽ കൂടെയും പ്രതിസന്ധികളിൽ കൂടെയും കടന്നുപോയിട്ടും ജാതികളോട് സുവിശേഷം അറിയിക്കുവാൻ എന്നെ നിയമിച്ചിരിക്കുന്നു എന്നുള്ള ഉത്തമ ബോധ്യമുള്ളതായ ദൈവഭക്തൻ ജീവിതത്തിൽ കടന്നു വരുന്ന പ്രതികൂലങ്ങളെയും പ്രതിസന്ധികളെയും അനായാസേന തരണം ചെയ്യുന്നു. അദ്ദേഹത്തിനൊരു ഉറപ്പുണ്ട്, ഞാൻ വിശ്വസിച്ചിരിക്കുന്ന എൻ്റെ യേശു എൻ്റെ അവസാന ദിവസം വരെയും എന്നെ കാക്കുവാൻ ശക്തനാണ്. അവൻ എൻ്റെ ഉപനിധിയാണ്. അവസാന ദിവസമെന്ന് പറയുമ്പോൾ ഒന്നീ എൻ്റെ മരണമാകാം, അല്ല കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ 2-ാം വരവാകാം, നാം ഭൂമിയിൽ നിന്ന് എടുക്കപ്പെടുന്ന ദിനം. ആ ദിനം വരെയും ലാസ്റ്റ് മൊമെന്റ് ഓഫ് ദ ലൈഫ് കർത്താവ് നമ്മെ സൂക്ഷിപ്പാൻ ശക്തനാണ്. പ്രിയപ്പെട്ടവരെ, എന്തിനാലൊക്കെയും വേദനപ്പെടുകയാണോ? ഈ വിശ്വാസ ജീവിതം വളരെ കഠിനമെന്ന് തോന്നുന്നുവോ? ദുഃഖത്തിൻ്റെയും പ്രതികൂലത്തിൻ്റെയും ദാരിദ്ര്യത്തിൻ്റെയും നഷ്ടത്തിൻ്റെയും കഥകളാണോ പലപ്പോഴും പറയുവാനുള്ളത്? സകലത്തെയും അതിജീവിക്കുന്ന ഒരു ദൈവകൃപ നമ്മുടെ ഉള്ളിൽ കർത്താവ് പകർന്നിട്ടുണ്ടല്ലോ. യേശുക്രിസ്തുവിനെ രക്ഷിതാവായി സ്വീകരിച്ച് കർത്താവായ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ഏതൊരു ഭക്തനും ആ ഒരു വിശ്വാസം, യേശുവിൻ്റെ ഉപനിധി എന്ന് വിശ്വസിപ്പാൻ കഴിയും. പ്രിയപ്പെട്ടവരെ, ആ ധൈര്യമുള്ളവരാരും തകർന്നു പോകുവാൻ, തളർന്നു പോകുവാൻ ദൈവം അനുവദിക്കുന്നില്ല. ആകയാൽ നിരാശയോ ഭാരമേറിയ ഹൃദയത്തിൻ്റെ അവസ്ഥകളാലായിട്ടാണോ രാവിലെ സമയമായിരിക്കുന്നത്? ദൈവത്തിൻ്റെ ആത്മാവ് ശക്തമായി പറയുന്നു, അവൻ എൻ്റെ ഉപനിധി, ആ ദിവസം വരെയും കാക്കുവാൻ അവൻ ശക്തൻ. ആകയാൽ ശാസ്ത്രിമാരാലോ പരീശന്മാരാലോ മറ്റേതെങ്കിലുമുള്ള യഹൂദന്മാരാലോ അധികാരികളാലോ നിയമങ്ങളാലോ അല്ല, ഈ കാലഘട്ടത്തിൽ നാം തരണം ചെയ്യുന്ന മറ്റേതെങ്കിലും നമ്മളോട് സംബന്ധിച്ച വിഷയങ്ങളാലോ നാം ഏതിനാൽ ഭാരപ്പെടുന്നു? ദൈവത്തിൻ്റെ ആത്മാവ് നമ്മെ ശക്തീകരിക്കുന്നു. അവൻ എൻ്റെ ഉപനിധി, ആ ദിവസം വരെ അവനെ സൂക്ഷിപ്പാൻ ശക്തനെന്ന് ഞാൻ ഉറച്ചിരിക്കുന്നു. അതുകൊണ്ട് തിമോഥെയോസിനോട് അപ്പോസ്തലൻ ഉപദേശം പറയുകയാ, നീ ക്രിസ്തുയേശുവിനെ മാതൃകയാക്കി ഞാൻ നിന്നോട് പഠിപ്പിച്ച ദൈവത്തിൻ്റെ വചനം, കൽപ്പനകൾ അതുപോലെ പാലിക്കുകയും ഉപദേശിക്കുകയും ചെയ്ത് മുന്നേറിക്കൊള്ളുക. രാവിലെ സമയം ഈ വചനം നമുക്ക് ഏറ്റെടുക്കാം. അവൻ എൻ്റെ ഉപനിധി, ആ ദിവസം വരെ കാക്കുവാൻ ശക്തനെന്ന് ഞാൻ ഉറച്ചിരിക്കുന്നു. ആമേൻ.